ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്ത് താമരക്കണ്ണനെ ദർശനം കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ നമ്മൾ നിൽക്കുമ്പോൾ ആണ് ഒരു നൃത്തറ. നൃത്തറയ്ക്കുള്ള പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, ഒരിക്കൽ വില്ലുമംഗല സ്വാമിയാർ വന്ന സമയത്ത് ശ്രീകോവിലിനകത്ത് കണ്ണനെ കണ്ടില്ല. ഈ കണ്ണൻ ഇപ്പോഴത്തെ ഈ അറയിൽ നൃത്തം വയ്ക്കുന്നതാണ് കണ്ടത്. അങ്ങനെ പ്രത്യക്ഷത്തിൽ നൃത്തം വയ്ക്കുന്ന കണ്ണനെ കണ്ടതുകൊണ്ടാണ് നൃത്ത അറ എന്ന് പറയുന്നത്. ഇവിടെയൊന്ന് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈ നൃത്ത അറയ്ക്ക് അപ്പുറത്ത് ഒരു മുളയറ എന്ന മുറിയുണ്ട്. ഈ മുളയറയിലാണ് ഉത്സവകാലത്തെല്ലാം നവധാന്യങ്ങൾ വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കുന്നത്. ഇവ വളർന്നു വലുതായിട്ടാണ് ബലിവേട്ട സമയത്ത് കാടിൻ്റെ പ്രതീതിയാൽ ഭഗവാൻ കിടക്കുന്നതിന് ചുറ്റും വയ്ക്കുന്നത്. ആ മുളയറയ്ക്കും പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്താണ് മണിക്കിണർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിക്കിണർ ഗംഭീരമാണ്. അതിലെ വെള്ളം കൊണ്ടാണ് അഭിഷേകം നടത്തുന്നതും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നതും ആ വെള്ളമാണ്. ആ മണിക്കിണറിൽ സാളഗ്രാമം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ മണിക്കിണറിലെ വെള്ളം കൊണ്ട് തുലാഭാരം നടത്താറുമുണ്ട്. അത്രയും പുണ്യമായതാണ് മണിക്കിണർ. ഭക്തജനങ്ങൾ ഇതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി തൊഴുത്ത് പോകുക. ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അതിൻ്റെ ഫലം എല്ലാവർക്കും കിട്ടുന്നതാണ്.